Hello my dear friends, welcome to Cypro. നമ്മുടെ മൈക്രോബയോളജി സ്റ്റുഡൻസിനൊക്കെ 2 എക്സാമിനേഷനാണ് വന്നിരിക്കുന്നത് അല്ലേ. JSOയുടെ കൺഫർമേഷനും വന്നു, അതുപോലെ തന്നെ റിസർച്ച് അസിസ്റ്റൻറ്റിൻ്റെയും വന്നു. എന്നാണ് റിസർച്ച് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ? ഫെബ്രുവരി 26. ഓക്കെ, അപ്പോൾ നിങ്ങൾ PSCയുടെ വെബ്സൈറ്റ് നോക്കുക, അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കേണ്ട ടൈമൊക്കെ ചെക്ക് ചെയ്യുക, സമയമൊന്നും കഴിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാവരും കൺഫർമേഷനൊക്കെ കൊടുക്കുക. പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ എക്സാമിനേഷൻ എഴുതുക കേട്ടോ. അടുത്ത എക്സാമിനേഷനെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എക്സാമിനേഷൻ എഴുതി നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൺഫർമേഷൻ കൊടുക്കാതിരിക്കരുത്, പഠിക്കാൻ ഇനിയും സമയമുണ്ട്. സൈപ്രോയുടെ ക്ലാസ്സസുകൾ അവൈലബിൾ ആണ്, റിസർച്ച് അസിസ്റ്റൻറ്റ് മൈക്രോബയോളജി. നമുക്ക് സിലബസ് നോക്കാം. ഏതിൻ്റെയാണ്? റിസർച്ച് അസിസ്റ്റൻറ്റ് മൈക്രോബയോളജി ഇൻ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ 100 മാർക്കാണ്. മോഡ്യൂൾ 1 എന്താണ്? ഫൗണ്ടേഷൻസ് ഇൻ മൈക്രോബയോളജി 10 മാർക്കാണ്. അതിൽ എന്തൊക്കെയാണ് നമുക്കുള്ളത്? ഹിസ്റ്ററി അല്ലേ, അതിൽ നമുക്ക് ലൂയിസ് പാസ്റ്റർ, റോബർട്ട് കോച്ച്, ആൻറ്റൺ വാൻ ലീവൻഹോക്ക്, ജെന്നർ, ജോസഫ് ലിസ്റ്റർ ആൻഡ് അലക്സാണ്ടർ ഫ്ലെമിംഗ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ പഠിക്കണം. മോർഫോളജി ആൻഡ് സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. മൈക്രോബിയൽ ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഗ്രോത്ത് കർവ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്യൂമറേഷൻ ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ. പിന്നെ നമ്മുടെ ന്യൂട്രീഷണൽ ടൈപ്സ് ഒക്കെ ഉണ്ടല്ലോ, ഫോട്ടോ ഓട്ടോട്രോപ്സ്, കീമോ ഓട്ടോട്രോപ്സ്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ പഠിക്കുക. പിന്നെ നമ്മുടെ ഐസൊലേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് മൈക്രോബ്സ്, കൾച്ചർ മീഡിയ, മെത്തേഡ്സ് ഒക്കെ പഠിക്കുക. പിന്നെ ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റ്സ്, അതിൻ്റെ ടൈപ്സ്, മെക്കാനിസം ഓഫ് ആക്ഷൻ, ഫാർമക്കോകൈനറ്റിക്സ്, റെസിസ്റ്റൻറ്റ് മെക്കാനിസംസ്, പിന്നെ മൈക്രോസ്കോപ്പ്, നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പും നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ഫ്ലോറസെൻറ്റ് മൈക്രോസ്കോപ്പിയൊക്കെ പഠിക്കുക. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം? 10 മാർക്ക് അല്ലേ. അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്കത് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? ബയോ കെമിസ്ട്രി 10 മാർക്കാണ്. നമുക്കിവിടെ ബയോമോളിക്യൂൾസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്, അതിൻ്റെ സ്ട്രക്ചറും ക്ലാസിഫിക്കേഷനും പ്രോപ്പർട്ടീസ്, ഫംഗ്ഷനൊക്കെ പഠിക്കുക. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഗ്ലൈക്കോളൈസിസ്, TCA സൈക്കിൾ, പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ, ഗ്ലയോക്സിലേറ്റ് സൈക്കിളൊക്കെ നമ്മൾ പഠിക്കുക. ഫാറ്റി ആസിഡ് ആൻഡ് ലിപ്പിഡ് മെറ്റബോളിസം ഇൻ മൈക്രോബ്സ്, അതുപോലെ തന്നെ അമിനോ ആസിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് ബയോസിന്തസിസ്, ഡീഗ്രഡേഷനൊക്കെ നമ്മൾ പഠിക്കണം. എൻസൈമോളജി നമുക്ക് പഠിക്കാനുണ്ട്, അതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഫൈറ്റോ കെമിസ്ട്രി പഠിക്കാനുണ്ട്, അതായത് നമുക്ക് ആൽക്കലോയിഡ്സ്, ഫ്ലാവനോയിഡ്സ്, ടെർപ്പിനോയിഡ്സ്, ഫീനോളിക്സ്, ഗ്ലൈക്കോസൈഡ്സ്, ഗ്ലൈക്കോസൈഡ്സ്, അതുപോലെ തന്നെ ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ആൻറ്റി മൈക്രോബിയൽ പാത്വേസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഫൈറ്റോ കെമിസ്ട്രി നമുക്ക് പഠിക്കാനുണ്ട്, പുതിയ ഏരിയ ആണത് കേട്ടോ. പിന്നെ ബയോഫിസിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ബയോഫിസിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ നമുക്ക് എനർജി അബ്സോർപ്ഷനും സ്റ്റോറേജും ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഇൻ സെൽസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, സർഫസ് ടെൻഷൻ, ഡയാലൈസിസ് ഒക്കെ നമുക്ക് പഠിക്കണം. പിന്നെ നമ്മുടെ സ്പെക്ട്രോസ്കോപ്പി, UV, ഫ്ലൂറസെൻസ്, AAS, രാമൻ, NMR, ESR, ഇലക്ട്രോഫോറസിസ്, അങ്ങനെയുള്ള ആളുകളൊക്കെ, സെപ്പറേഷൻ ടെക്നീക്സ്, ക്രൊമാറ്റോഗ്രഫി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെൻട്രിഫ്യൂജസും pH മീറ്ററൊക്കെ പഠിക്കാനുണ്ട്, ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ നമുക്ക് 10 മാർക്ക്. പിന്നെ അടുത്തത് എന്താണ്? നമ്മുടെ മോളിക്കുലർ ബയോളജി. അതിൽ നമുക്ക് സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിക് ആസിഡ്, DNA, RNA, ജീൻ എക്സ്പ്രഷൻ, റെഗുലേഷൻ ഇൻ മൈക്രോ ഓർഗാനിസംസ്, അതുപോലെ തന്നെ RDNA ടെക്നോളജി, അതുപോലെ തന്നെ ക്രിസ്പർ, കാസ്, അതുപോലെ തന്നെ ജീൻ എഡിറ്റിംഗ് ഇൻ മൈക്രോബ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ജീനോമിക്സ്, ട്രാൻസ്ക്രിപ്റ്റോമിക്സ്, പ്രോട്ടിയോമിക്സ്, അതുപോലെ തന്നെ മൈക്രോബിയൽ ജെനറ്റിക്സ്, മോളിക്കുലർ ഡയഗ്നോസിസ്, ഓരോ ടെക്നിക് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? മൈക്രോബിയൽ ബയോടെക്നോളജി, സിന്തറ്റിക് ബയോടെക്നോളജി, മൈക്രോബിയൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാനുണ്ട്. അടുത്തത് ഇമ്മ്യൂണോളജിയിൽ 10 മാർക്കാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, ഇന്നേറ്റ് ആൻഡ് അഡാപ്റ്റീവ്, ഇമ്മ്യൂൺ സെൽസ്, ഓർഗൻസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ആൻറ്റിജൻ നമുക്ക് പഠിക്കാനുണ്ട്, ഹാപ്റ്റൻസും ഇമ്മ്യൂണോഗ്ലോബുലിനും ഒക്കെ നമുക്ക് പഠിക്കണം. കോംപ്ലിമെൻറ്റ് സിസ്റ്റം, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഒക്കെ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി,
ഒക്കെ ഡിസീസൊക്കെ പഠിക്കണം. MHC പഠിക്കാനുണ്ട്. പിന്നെ സൈറ്റോകൈൻസും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി ഒക്കെ പഠിക്കണം. പിന്നെ നമ്മുടെ ഇമ്മ്യൂണോളജിക്കൽ ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ, അഗ്ലൂട്ടിനേഷൻ, പ്രസിപ്പിറ്റേഷൻ, പിന്നെ കോംപ്ലിമെൻറ്റ് ഫിക്സേഷൻ, എലൈസ, റിയ, വെസ്റ്റേൺ ബ്ലോട്ട്, ഇമ്മ്യൂണോഫ്ലോറസൻസ് ഒക്കെ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ക്യാൻസർ ഇമ്മ്യൂണോളജി, ഇമ്മ്യൂണോ തെറാപ്പി ഓഫ് ക്യാൻസർ, ട്രാൻസ്പ്ലാന്റേഷൻ ഇമ്മ്യൂണോളജി ഒക്കെ പഠിക്കണം. ഇമ്മ്യൂണോ ഹെമറ്റോളജി, വാക്സിൻസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. വാക്സിൻസ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചോളണം. എപ്പോഴും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇമ്മ്യൂണോളജി 10 മാർക്ക്. പിന്നെ നമുക്ക് മെഡിക്കൽ മൈക്രോബയോളജി. മെഡിക്കൽ മൈക്രോബയോളജിയിൽ നമുക്ക് നോർമൽ മൈക്രോബിയൽ ഫ്ലോറ അല്ലേ, ഹ്യൂമൻ മൈക്രോബയോം, അതുപോലെ തന്നെ ഹോസ്റ്റ് മൈക്രോബയോം, ഇൻട്രാക്ഷൻസ് ഇൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, എമേർജിങ് ഇൻഫെഷ്യസ് ഡിസീസസ്, അതുപോലെ തന്നെ എപ്പിഡമിയോളജി ഓഫ് മൈക്രോബിയൽ ഡിസീസ് ഒക്കെ പഠിക്കാണ്ട്. പിന്നെ നമ്മുടെ ലാബ് ഡയഗ്നോസിസും ഐഡൻറ്റിഫിക്കേഷനും, ഓരോരോ ഡിസീസും കാര്യങ്ങളും അതിൻ്റെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് ബാക്ടീരിയലും ഫംഗലും വൈറസും നമ്മുടെ പാരസൈറ്റോളജി എല്ലാം നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, സെറോളജി, PCR, സീക്വൻസിങ്, കൾച്ചർ ടെക്നിക്സ്. പിന്നെ നമുക്ക് വൈറൽ വാക്സിൻസും ആൻറ്റിവൈറൽ തെറാപ്പി മെക്കാനിസംസ്, എമർജിങ് വൈറസ്, സൂനോസസ്, വൈറൽ എപ്പിഡമിയോളജി ആൻഡ് കൺട്രോൾ സ്ട്രാറ്റജീസ്, ഓൺകോജനിക് വൈറസ്, വൈറൽ ജീനോമിക്സ്, വൈറൽ എവല്യൂഷൻ ആൻഡ് മ്യൂട്ടേഷൻ. അപ്പോൾ വൈറസിൻ്റെ കാര്യങ്ങളെല്ലാം പഠിക്കണം. പിന്നെ ചെറിയ ചെറിയ ഏരിയസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ലാബ് ഡയഗ്നോസിസ് ഓഫ് വൈറൽ ഡിസീസിൻ്റെ ഒക്കെ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് ഫംഗൽ ഡിസീസ്. പിന്നെ അതുപോലെ തന്നെ പാരസൈറ്റോളജി പഠിക്കാനുണ്ട്, പ്രോട്ടോസോവയും ഹെൽമിൻസും ആർത്രോപോഡ് വെക്ടേഴ്സും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാ ലൈഫ് സൈക്കിൾ പഠിക്കണം. പിന്നെ മൈക്രോബിയൽ ടോക്സിൻസ്, വൺ ഹെൽത്ത്, അതായത് ഹ്യൂമൻ, എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ ആനിമൽ എല്ലാം കൂടെ ഒന്നിച്ച് കൺട്രോൾ ചെയ്താലേ ഇതെല്ലാം കുറയുള്ളൂ. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസും അതായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ കുറയുള്ളൂ. അതാണ് നമ്മുടെ വൺ ഹെൽത്ത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ബയോ പ്രോസസ് ടെക്നോളജി, അതായത് നമ്മുടെ കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് 10 മാർക്കിന് അല്ലേ. റീകോമ്പിനൻറ്റ് പ്രോട്ടീൻ പ്രൊഡക്ഷൻ, ഫെർമെൻറ്റേഷൻ ടെക്നോളജി, ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്, മൈക്രോബിയൽ മെറ്റബോളിസം ഇൻ ഇൻഡസ്ട്രിയൽ context, scale up of fermentation, microbial production of antibiotics, enzymes, biofuel, അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളും ഇമ്മൊബിലൈസേഷൻ ഒക്കെ പഠിക്കുക. അതൊക്കെ 10 മാർക്ക് കിട്ടും. ഓക്കെ. പിന്നെ നമുക്ക് എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജി എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, പോപ്പുലേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻസ്, എക്സ്ട്രീം എൻവയോൺമെൻറ്റ് ആൻഡ് എക്സ്ട്രീമോഫൈൽസ് ഒക്കെ നമുക്ക് പഠിക്കണം. കുറേ പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ടെക്നിക്സ് ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ വാട്ടർ പൊല്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, സീവേജ് ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, BOD, COD ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ മൈക്രോബയോളജി ഓഫ് എയർ, വാട്ടർ, സോളിഡ് വേസ്റ്റ്, ബയോഡീഗ്രഡേഷൻ ആൻഡ് ബയോ റെമഡിയേഷൻ പഠിക്കാനുണ്ട്. പിന്നെ മൈക്രോബിയൽ റോൾ ഇൻ പൊല്യൂഷൻ കൺട്രോൾ, കമ്പോസ്റ്റിംഗ്, വേസ്റ്റ് വാട്ടർ, വേസ്റ്റ് യൂട്ടിലൈസേഷൻ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്, പിന്നെ GM ആൻഡ് ബയോസേഫ്റ്റി, അതായത് നമ്മുടെ ജനറ്റിക്കലി മോഡിഫൈഡ് മൈക്രോ ഓർഗാനിസംസ്, ബയോസേഫ്റ്റി ആൻഡ് ബയോത്തിക്സ് ഒക്കെ. പിന്നെ നമ്മുടെ ഫുഡ് മൈക്രോബയോളജി 10 മാർക്ക്, ഫുഡ് അസോസിയേറ്റഡ് മൈക്രോബ്സ്. അപ്പോൾ അതിൽ നമ്മൾ സോഴ്സസ് ഓഫ് മൈക്രോബ്സ് ഇൻ ഫുഡ്, പെരിഷബിൾ, സെമി പെരിഷബിൾ ആൻഡ് നോൺ പെരിഷബിൾ ഫുഡ്, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് പാരാമീറ്റേഴ്സ് ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ കണ്ടൻറ്റ് ഓഫ് ഫുഡ്. പിന്നെ ഫുഡ് ബോൺ പാത്തോജൻസും അതിൻ്റെ കൺട്രോളിങ് ഒക്കെ നമുക്ക് പഠിക്കണം. ക്ലോസ്ട്രീഡിയം പെർഫറൻജസ്, സ്റ്റാഫ്, ബോട്ടിലിസം. പിന്നെ ഫുഡ് ബോൺ പാത്തോജൻസും അതിൻ്റെ കൺട്രോളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ഫുഡിൻ്റെയും വാട്ടറിൻ്റെയും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ. പിന്നെ ഫങ്ഷണൽ ഫുഡ് ആൻഡ് ന്യൂട്രാസ്യൂട്ടിക്കൽസ്, കൺസെപ്റ്റ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ്, പ്രോബയോട്ടിക്, പ്രീബയോട്ടിക്, മൈക്രോബയോം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസെൻറ്റ് റിസർച്ചൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. അത് നന്നായിട്ട് പഠിക്കും. പിന്നെ നമുക്ക് മോഡ്യൂൾ 10 സോയിൽ പ്ലാന്റ് മൈക്രോബ് ഇൻട്രാക്ഷൻ, അതിൽ നമുക്ക് ബയോജിയോ കെമിക്കൽ സൈക്കിൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മൈക്രോബിയൽ ബയോഡൈവേഴ്സിറ്റി ഇൻ ബൾക്ക് സോയിൽ, റൈസോഫിയർ, ഫൈലോഫിയർ, മെത്തേഡ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് സോയിൽ മൈക്രോബിയൽ പോപ്പുലേഷൻ, നൈട്രജൻ മെറ്റബോളിസം, പ്ലാന്റ് മൈക്രോബ് ഇൻട്രാക്ഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമുക്ക് ഈ ബയോ ഫെർട്ടിലൈസേഴ്സ്, ബയോ പെസ്റ്റിസൈഡ്, ബയോ ഹെർബിസൈഡ് ഒക്കെ പഠിക്കാനുണ്ട്. പ്ലാന്റ് മൈക്രോബയോം റിസർച്ച് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് സോയിൽ പ്ലാന്റ് മൈക്രോബയോം ഇൻട്രാക്ഷൻസ് എത്രയാണ്, 10 മാർക്ക്. ഇത് കുറച്ച് എപ്പോഴും നിങ്ങൾ പഠിച്ച് കാണുന്ന ഒരു ഏരിയ അല്ല, അതിൽ നിന്ന് നമുക്ക് 10 മാർക്ക് കിട്ടും. സോയിൽ പ്ലാന്റ് മൈക്രോബയോം ഇൻട്രാക്ഷൻസ് പുതിയതാണ് കേട്ടോ. അതുപോലെ തന്നെ ഫുഡ് മൈക്രോബയോളജി 10, എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജി 10, ബയോ പ്രോസസ് ടെക്നോളജി 10 മാർക്ക്, മെഡിക്കൽ മൈക്രോബയോളജി 10 മാർക്ക്, ഇമ്മ്യൂണോളജി 10 മാർക്ക്, പിന്നെ നമുക്ക് മോളിക്കുലർ ബയോളജി 10 മാർക്ക്, ബയോഫിസിക്സ് ആൻഡ് ബയോ ഇൻസ്ട്രുമെൻറ്റേഷൻ 10 മാർക്ക്, പിന്നെ ബയോകെമിസ്ട്രി 10 മാർക്ക്, അതുപോലെ
ഫൗണ്ടേഷൻ ഓഫ് മൈക്രോബയോളജി 10 മാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് 9048900024 കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. അപ്പോൾ നന്നായിട്ട് പഠിക്കും. ഓക്കെ, താങ്ക് യു.